അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും മനോഹരമായ രഹസ്യങ്ങളിലൊന്നാണ് ഒമാനിലെ സലാല. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഗൾഫ് മേഖലയിലുടനീളം 45-ഉം 48-ഉം ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കത്തുമ്പോൾ സലാല മാത്രം തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ കാലയളവിനെയാണ് പ്രാദേശികമായി ഖരീഫ് അഥവാ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ മലനിരകളും മഞ്ഞുമൂടിയ താഴ്വരകളും തണുത്ത കാറ്റും ചെറുചാറ്റൽ മഴയും നിറഞ്ഞ സലാല GCC രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ പ്രധാന താവളമാണ്. ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരുപോലെ സമന്വയിക്കുന്ന ഈ നഗരത്തിലേക്ക് 6 ദിവസത്തെ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സന്ദർശിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ച് നമുക്ക് സമഗ്രമായി ഒന്ന് മനസ്സിലാക്കാം. സലാലയിലെ ആദ്യ ദിനം നഗരത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ പശ്ചാത്തലം മനസ്സിലാക്കാൻ നീക്കിവെക്കാം. അതിമനോഹരമായ വാസ്തുവിദ്യയാൽ അനുഗ്രഹീതമായ സുൽത്താൻ ഖാബൂസ് മസ്ജിദ് സന്ദർശിച്ചുകൊണ്ട് യാത്ര ആരംഭിക്കാം. അതിനുശേഷം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അൽ ബലീദ് ആർക്കിയോളജിക്കൽ പാർക്കിലേക്ക് നമുക്ക് നീങ്ങാം. പുരാതന കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുന്തിരിക്കം വ്യാപാര തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഈ പാർക്കിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം ഓഫ് ഫ്രാങ്കിൻസെൻസ് ലാൻഡ് ഒമാന്റെ നാവിക ചരിത്രത്തിലേക്കും പുരാതന വ്യാപാര ശൃംഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഒന്നാണ്. വൈകുന്നേരങ്ങളിൽ സലാലയിലെ പ്രശസ്തമായ ഹഫ സൂഖിൽ പോയി പരമ്പരാഗത ഒമാനി വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കുന്തിരിക്കവും വാങ്ങുന്നത് വേറിട്ടൊരു അനുഭവമായിരിക്കും. പച്ചപ്പിലേക്ക് പൂർണ്ണമായി ഇറങ്ങുന്നതിന് മുമ്പ് ഈ നഗരത്തിന്റെ സംസ്കാരം ഹൃദിസ്ഥമാക്കാൻ ഈ ആദ്യ ദിനം സഹായിക്കും. രണ്ടാം ദിവസം സലാലയുടെ കിഴക്കൻ മേഖലകളിലുള്ള പ്രകൃതിദത്ത നീരുറവകളായ ഐൻ ഹംറാൻ, ഐൻ അദ്ഹൂം എന്നിവ സന്ദർശിച്ചുകൊണ്ട് പ്രകൃതി ഭംഗിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഖരീഫ് കാലത്ത് ഈ നീരുറവകൾ നിറഞ്ഞൊഴുകുകയും ചുറ്റുമുള്ള താഴ്വരകൾ പച്ചപ്പാൽ മൂടപ്പെടുകയും ചെയ്യും. ചെറു നടത്തങ്ങൾക്കും ഫോട്ടോഗ്രാഫിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളാണിവ. അവിടെ നിന്നും ചരിത്രപ്രസിദ്ധമായ തീരദേശ നഗരമായ താഖയിലേക്ക് യാത്ര തിരിക്കാം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള താഖ കോട്ട, പരമ്പരാഗത ഒമാനി ജീവിതശൈലി വിളിച്ചോതുന്ന കൂഫാൻ ഹെറിറ്റേജ് ഹൗസ്, അൽ അസ്കർ ടവറിലെ മ്യൂസിയം ഓഫ് ജനറേഷൻസ് കണ്ടിന്യൂറ്റി എന്നിവ സന്ദർശിക്കുന്നതിലൂടെ ഒമാന്റെ ഗ്രാമീണ സംസ്കാരത്തെ അടുത്തറിയാൻ സഹായിക്കും. അസ്തമയ സമയത്ത് താക്ക ക്ലിഫിന്റെ മുകളിൽ എത്തിയാൽ താഴെയുള്ള കടൽ തീരത്തിന്റെയും നഗരത്തിന്റെയും മനോഹരമായ പനോരമിക് ദൃശ്യം നമുക്ക് ആസ്വദിക്കാം. മൂന്നാം ദിവസം സലാലയുടെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് യാത്ര തിരിക്കാം. അതിശയകരമായ തീരദേശ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന ഇഫ്താൽകോട്ട് വ്യൂ പോയിന്റാണ് ആദ്യ ലക്ഷ്യസ്ഥാനം. അവിടെ നിന്നും നേരെ വിഖ്യാതമായ അൽ മുക്സൈൽ ബീച്ചിലേക്ക് നമുക്ക് പോകാം. ഇവിടെയുള്ള മർനീഫ് ഗുഹയും അതിനോടനുബന്ധിച്ചുള്ള നാച്ചുറൽ ബ്ലോ ഹോളുകളും സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. കടൽക്ഷോഭമുള്ള സമയങ്ങളിൽ പാറയിടുക്കുകളിലൂടെ സമുദ്രജലം വലിയ നീരുറവ പോലെ മുകളിലേക്ക് തെറിക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. തുടർന്ന് മേഘങ്ങൾക്കും മഞ്ഞിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഷാത്ത് എന്ന മലയോര ഗ്രാമത്തിലേക്ക് ഡ്രൈവ് ചെയ്യാം. വൈകുന്നേരങ്ങളിൽ സലാല നഗരത്തിലേക്ക് മടങ്ങിയെത്തി ഇത്തിൻ പ്ലെയിനിൽ സമയം ചെലവഴിക്കാവുന്നതാണ്. 2026 ഖരീഫ് സീസണിൽ ഇത്തിൻ സ്ക്വയറിൽ അന്താരാഷ്ട്ര പരിപാടികളും തത്സമയ പ്രദർശനങ്ങളും ഭക്ഷ്യമേളകളും സജീവമായി നടക്കുന്നുണ്ട്. നാലാം ദിവസം സലാലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ വാദി ദർബത്തിലേക്കാണ് യാത്ര. പച്ച നിറത്തിലുള്ള വലിയ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന അരുവികളും താഴ്വരകളും ഈ മൺസൂൺ കാലത്ത് വാദി ദർബാത്തിനെ ഒരു സ്വർഗതുല്യമായ കാഴ്ചയാക്കി മാറ്റുന്നു. ഇവിടെയുള്ള തടാകത്തിൽ ബോട്ടിംഗ് നടത്താനും വലിയ വെള്ളച്ചാട്ടങ്ങളുടെ ദൃശ്യങ്ങൾ ആസ്വദിക്കാനും സാധിക്കും. കുടുംബത്തോടൊപ്പം പിക്നിക്കിന് ഏറ്റവും അനുയോജ്യമായ ഇടമാണിത്. ഉച്ചഭക്ഷണത്തിന് ശേഷം ഖോർറോറി എന്ന പുരാതന തുറമുഖ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംഹൂറാം ആർക്കിയോളജിക്കൽ പാർക്ക് നമുക്ക് സന്ദർശിക്കാം. യുനെസ്കോയുടെ മറ്റൊരു പൈതൃക കേന്ദ്രമായ ഇവിടെ പഴയകാലത്തെ കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. വൈകുന്നേരം ആധുനിക സൗകര്യങ്ങളുള്ള ഹവാന സലാല മറീനയിൽ ചെലവഴിക്കാം. കടൽ തീരത്തെ മനോഹരമായ കഫേകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇവിടുത്തെ രാത്രികാല അന്തരീക്ഷം ആസ്വദിച്ച് അത്താഴം കഴിക്കാവുന്നതാണ്. അഞ്ചാം ദിവസത്തെ യാത്ര സലാലയുടെ കിഴക്കൻ അത്ഭുതങ്ങളിലേക്കാണ്. ശാന്തമായ കടൽക്കാറ്റും മനോഹരമായ കാഴ്ചകളും സമ്മാനിക്കുന്ന അൽ ദാമർ ബീച്ചാണ് ആദ്യ സ്റ്റോപ്പ്. ഇവിടെ നിന്നും പോകുന്ന വഴിയിലാണ് പ്രശസ്തമായ ആൻറ്റി ഗ്രാവിറ്റി ഹിൽ അഥവാ ഭൂഗുരുത്വമില്ലാത്ത കുന്ന് സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങളുടെ എഞ്ചിൻ ഓഫ് ചെയ്ത് ന്യൂട്രലിൽ ഇട്ടാൽ പോലും മലമുകളിലേക്ക് തനിയെ ഉരുണ്ടു കയറുന്ന ഈ പ്രതിഭാസം സഞ്ചാരികളിൽ വലിയ കൗതുകമുണർത്തുന്നതാണ്. തുടർന്ന് അറേബ്യൻ ഉപദ്വീപിൽ മാത്രം അപൂർവമായി കാണപ്പെടുന്ന ഭീമാകാരമായ ബയോബാബ് മരങ്ങൾ കാണാൻ സാധിക്കും. ഈ യാത്ര അവസാനിക്കുന്നത് ഒമാനിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികളിലൊന്നായ ജബൽ സംഹാനിലാണ്. പച്ചപ്പ് നിറഞ്ഞ വലിയ മലയിടുക്കുകളും മേഘങ്ങളും കടലും ഇവിടെ കാണാൻ സാധിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ പുള്ളിപ്പുലികളെയും ഇവിടെ കാണാൻ സാധിക്കും. ഈ ദിവസത്തെ യാത്ര പഴയ കോട്ടകളും പരമ്പരാഗത വീടുകളുമുള്ള മിർബാത്ത് നഗരത്തിലെ സായാഹ്ന നടത്തത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. യാത്രയുടെ അവസാന ദിനം സലാലയിൽ നിന്നും ഏകദേശം 198 കിലോമീറ്റർ അകലെയുള്ള ദൽകൂട്ട് എന്ന വിദൂരമായ പച്ചപ്പിലേക്ക് പോകാം. പ്രകൃതി സ്നേഹികൾക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണിത്.
ദുർഘടമായ മലനിരകളും കടലും സംഗമിക്കുന്ന ദൽകൂട്ടിൽ നിരവധി കാൽനടപ്പാതകളുണ്ട്. അറേബ്യൻ ഉപദ്വീപിലെ തന്നെ ഏറ്റവും വലിയ ബയോബാബ് മരങ്ങളിലൊന്ന് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. മലനിരകൾക്കിടയിലെ മനോഹരമായ ദീം ഗ്രാമവും മലനിരകൾ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ദൽകൂട്ട് ബീച്ചും ദർശിക്കുന്നതോടെ 6 ദിവസത്തെ ഈ സലാല യാത്ര പൂർണ്ണമാകുന്നു. തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ ശാന്തത അനുഭവിക്കാൻ ദൽകൂട്ട് മികച്ചൊരു തിരഞ്ഞെടുപ്പാണ്. ഒരു യാത്ര എന്നതിനപ്പുറം സലാലയിലെ വെക്കേഷൻ മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ്. വിപുലമായ ഖരീഫ് മേളകളും 125ലധികം സാംസ്കാരിക കായിക പരിപാടികളും ഈ സീസണിനെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ വരണ്ട കാലാവസ്ഥയ്ക്ക് നടുവിൽ പ്രകൃതി ഒരുക്കുന്ന ഈ മാന്ത്രിക വിസ്മയം സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത്. പ്രകൃതിയെയും ചരിത്രത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒമാനിലെ ഈ പച്ചത്തുരുത്ത് സമ്മാനിക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത നല്ല ഓർമ്മകളായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.